ഹലോ, വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ സയൻസിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്നുള്ള ടോപ്പിക്കിലെ യൂസ് കേസ് ഡയഗ്രാം എന്നുള്ള ടോപ്പിക്കാണ്. അപ്പം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് യൂണിറ്റ് 6 യൂസ് കേസ് ഡയഗ്രാം എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ യൂസ് കേസ് ഡയഗ്രാം എന്താണെന്ന് ചിലർക്ക് ചെറിയൊരു ഐഡിയ ഉണ്ടാകും. നമുക്ക് യൂസ് കേസ് ഡയഗ്രാം എന്താണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ഫിഗർ ആയിരിക്കും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്നൊരു ഫിഗറാണ് ഓർമ്മ വരിക. യൂസ് കേസ് ഡയഗ്രാം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കതിൻ്റെ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ പറയാൻ കഴിയുക ഒരു ATM മെഷീൻ്റെ യൂസ് കേസ് ഡയഗ്രാമൊക്കെ വെച്ചിട്ടാണ് ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻസ് കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് യൂസ് കേസ് ഡയഗ്രാം നമുക്കിവിടെ പഠിക്കാം, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് യൂസ് കേസ് ഡയഗ്രാം. അപ്പോൾ എന്താണ് യൂസ് കേസ് ഡയഗ്രാം നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഫിഗർ വെച്ചിട്ടാണ് നമുക്ക് പഠിക്കാൻ സുഖം എന്നല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് കാര്യങ്ങൾ പറയാം, എന്നിട്ട് ഞാനതൊരു ഫിഗർ ആക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ആ ഒരു ഫിഗർ വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് യൂസ് കേസ് ഡയഗ്രാം? യൂസ് കേസ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ടു മോഡൽ എ സിസ്റ്റം, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ഈസ് ടു ക്യാപ്ചർ ദ ഡൈനാമിക് ബിഹേവിയർ. നമുക്കൊരു സിസ്റ്റം മോഡൽ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലാണ് യൂസ് കേസ് ഡയഗ്രാം എന്ന് പറഞ്ഞത്. അപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഒരു മോഡൽ ചെയ്യണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം, ഒരു ഡൈനാമിക് ബിഹേവിയർ എന്തൊക്കെ നമുക്ക് ചെയ്യണം, ഒരു സംഭവം നമുക്ക് വേണം. അപ്പോൾ അതിലെന്തൊക്കെ പ്രോസസ്സ് നടക്കുന്നത് വേണം. അതായത് നമുക്ക് പറയില്ല ഒരു ഗ്രാഫ് അല്ലെങ്കിൽ നമുക്ക് എന്താണ് നമുക്കൊരു സ്ട്രക്ചർ വേണം, നമുക്കൊരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രീതിയിൽ നമുക്കിതിനെ മനസ്സിലാക്കിയെടുക്കാം. Dynamic behavior means the behavior of the system when it running or operating. ആ ഒരു സിസ്റ്റം റൺ ചെയ്യുമ്പോഴോ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴോ ഉള്ള ആ ഒരു ഡൈനാമിക് ബിഹേവിയറാണ് നമ്മൾ എന്ത് ചെയ്യുക, യൂസ് കേസ് ഡയഗ്രാം എന്നതിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യുക. In UML എന്താണെന്ന് പറയുക, യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ്, there are 5 diagrams available to model the dynamic nature and യൂസ് കേസ് ഡയഗ്രാം is one of them. അപ്പോൾ നമുക്ക് UML-ൽ പലതരം ഡിസൈനിങ് നമുക്ക് ചെയ്യാം. അതിൽ യൂസ് കേസ് ഡയഗ്രാം എന്നുള്ളത് എന്താണ്, അതിൽ വൺ ഓഫ് ദ ഡിസൈനാണ്. നമ്മൾ യൂസ് കേസ് ഡയഗ്രത്തിനെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. സോ ദ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഏജൻറ്റ്സ് ആർ നോൺ ആസ് ആക്ടേഴ്സ്. അപ്പോൾ യൂസ് കേസ് ഡയഗ്രാംസിന് 2-3 പാർട്സ് ഉണ്ട്. നമുക്കൊരു ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് സുഖസുന്ദരമായിട്ട് പഠിക്കാവുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ ഒരു പാർട്സ് എന്തൊക്കെ നോക്കാം. ആക്ടേഴ്സ് എന്ന് പറയും. ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഏജൻസിനെ ആക്ടേഴ്സ് എന്ന് പറയും. നിങ്ങൾ നോട്ട് ചെയ്തോളൂ. ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഏജൻസിനെ ആക്ടേഴ്സ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടോ എന്താണ് ഇതൊക്കെ പറയുന്നതെന്നല്ലേ? പറയാം, ഞാൻ വഴിയെ പറഞ്ഞുതരാം. ആക്ടേഴ്സിനെയും നമുക്ക് ഈ റിലേഷൻഷിപ്പിനൊക്കെ എന്താണെന്ന് കാണിച്ചു തരാം. ആൻഡ് യൂസ് കേസ് ഡയഗ്രാം കൺസിസ്റ്റ് ഓഫ് ആക്ടേഴ്സ്, യൂസ് കേസസ് ആൻഡ് ദെയർ റിലേഷൻഷിപ്പ്. അപ്പം യൂസ് കേസ് ഡയഗ്രാം എന്തൊക്കെ ഉണ്ടാകും, ആക്ടേഴ്സ് ഉണ്ടാകും, യൂസ് കേസുകൾ ഉണ്ടാകും, ആൻഡ് ദെയർ റിലേഷൻഷിപ്സ്. ആക്ടേഴ്സ് ഉണ്ടാകും, യൂസ് കേസുകൾ ഉണ്ടാകും, അതിന് തമ്മിലുള്ള റിലേഷൻഷിപ്പുകൾ ഉണ്ടാകും. ദ ഡയഗ്രാം ഈസ് യൂസ്ഡ് ടു മോഡൽ സിസ്റ്റം ഓർ സബ് സിസ്റ്റം ഓഫ് എൻ ആപ്ലിക്കേഷൻ. അപ്പം ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു മോഡൽ ചെയ്യാനാണ് ഡയഗ്രാം യൂസ് ചെയ്യുന്നത്. യൂസ് കേസ് ഡയഗ്രാംസ് ആർ ഡ്രോൺ ടു ക്യാപ്ചർ ദ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിൻ്റെ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് കേസ് ഡയഗ്രാം വരക്കുന്നത്. അതായത് എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കാനാണ് യൂസ് കേസ് ഡയഗ്രാം എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എ സിംഗിൾ യൂസ് കേസ് ഡയഗ്രാം ക്യാപ്ചേഴ്സ് എ പർട്ടിക്കുലർ ഫങ്ഷനാലിറ്റി ഓഫ് എ സിസ്റ്റം. ഒരു യൂസ് കേസ് ഡയഗ്രാം എന്ത് ചെയ്യും, ആ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ, നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ATM മെഷീൻ, ഞാൻ നേരത്തെ പറഞ്ഞ ATM മെഷീൻ. അപ്പോൾ ATM മെഷീൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ആ ഒരു ഫംഗ്ഷനാലിറ്റി നമുക്ക് എന്ത് ചെയ്യാം, ഒരു സിംഗിൾ യൂസ് കേസ് ഡയഗ്രാം നോക്കിയാൽ മനസ്സിലാകും. അപ്പോൾ അതിൻ്റെ ഓൾ സിസ്റ്റത്തിൻ്റെ യൂസ് കേസ് ഡയഗ്രാം ഉണ്ടാകും, അതിന് സബ് സിസ്റ്റത്തിൻ്റെ യൂസ് കേസ് ഡയഗ്രാം ഉണ്ടാകും, അങ്ങനെ പല രീതിക്ക് ഉണ്ടാകും. ആൻഡ് പർപ്പസ് ഓഫ് യൂസ് കേസ് ഡയഗ്രാം യൂസ്ഡ് ടു ഗ്യാദർ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് എ സിസ്റ്റം ആൻഡ് യൂസ് ടു ഗെറ്റ് ആൻ ഔട്ട്സൈഡ് വ്യൂ ഓഫ് എ സിസ്റ്റം. റിക്വയർമെൻറ്റ്സും ഒരു ഔട്ട്സൈഡ് വ്യൂ ഒക്കെ കിട്ടാനാണ് നമുക്ക് യൂസ് കേസ് ഡയഗ്രാം യൂസ് ചെയ്യുക. ഐഡൻറ്റിഫൈ ദ എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ സിസ്റ്റം. ഒരു സിസ്റ്റത്തിന് എക്സ്റ്റേണൽ ആയിട്ടും ഇൻറ്റേർണൽ ആയിട്ടും എന്തൊക്കെ ഫാക്ടേഴ്സ് നമുക്ക് അതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ നോക്കാനാണ് യൂസ് കേസ് ഡയഗ്രാം നമുക്ക് മേജറായിട്ട് യൂസ് ചെയ്യുന്നത്. ഷോ ദ ഇൻട്രാക്ഷൻ എമംഗ് ദ റിക്വയർമെൻറ്റ്സ്. എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ഉണ്ട് ആ കാര്യങ്ങൾ അതായത് യൂസ് കേസ് ഡയഗ്രാം എന്ന് നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സിസ്റ്റത്തിൽ എന്തൊക്കെ സാധനങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതിൽ ഏതൊക്കെ ആക്ടേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്, ഏതൊക്കെ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്, എങ്ങനെയൊക്കെ അത് ബന്ധിപ്പിക്കുന്നു, ആ ഒരു കാര്യങ്ങൾ കംപ്ലീറ്റ് നമ്മൾ ഒരു മാപ്പ് പോലെയാണ് യൂസ് കേസ് ഡയഗ്രാം. ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഒരു മാപ്പാണ് എടുക്കുന്നത് യൂസ് കേസ് ഡയഗ്രാം എന്ന് പറയുന്നത്. ആൻഡ് വേർ ടു യൂസ് എ യൂസ് കേസ് ഡയഗ്രാം, എവിടെ നമുക്ക് യൂസ് ചെയ്യാം? റിക്വയർമെൻറ്റ് അനാലിസിസ് ആൻഡ് ഹൈ ലെവൽ ഡിസൈൻ, മോഡൽ കണ്ടക്സ്റ്റ് ഓഫ് എ സിസ്റ്റം,
റിവേഴ്സ് എഞ്ചിനീയറിംഗ്, ഫോർവേഡ് എഞ്ചിനീയറിംഗ്. ഈ റിവേഴ്സ് എഞ്ചിനീയറിംഗ്, ഫോർവേഡ് എഞ്ചിനീയറിംഗ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും റിക്വയർമെൻറ്റ് അനാലിസിസ് കാര്യങ്ങളോ അല്ലെങ്കിൽ മോഡൽ കണ്ടക്സ്റ്റ് ഓഫ് സിസ്റ്റത്തിൻ്റെ മോഡൽ കണ്ടക്സ്റ്റ് നോക്കണമെങ്കിലോ അല്ലെങ്കിൽ റിവേഴ്സ് എഞ്ചിനീയറിംഗ്, ഫോർവേഡ് എഞ്ചിനീയറിംഗ് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു യൂസ് കേസ് ഡയഗ്രാം മേജറായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് അതിന് യൂസ് വരുന്നത്. ആൻഡ് ഹൗ ടു ഡ്രോ എ യൂസ് കേസ് ഡയഗ്രാം. ഞാൻ പറഞ്ഞു ഒരു പിക്ചറിലാണ് നമുക്ക് യൂസ് കേസ് ഡയഗ്രാം ആണല്ലോ, അപ്പോൾ അത് എങ്ങനെ വരക്കാം. ആക്ടേഴ്സ് ക്യാൻ ബി എ ഹ്യൂമൻ യൂസ്. ഞാൻ പറഞ്ഞ ആക്ടേഴ്സ് അതിലുണ്ടാകും. ആക്ടേഴ്സ് മേ ബി എന്താകാം, അത് ഹ്യൂമൻ യൂസ് ആകാം. സം ഇൻറ്റേർണൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഇൻറ്റേർണൽ ആപ്ലിക്കേഷൻസ് ആകാം, ഓർ മേ ബി സം എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ. ആക്ടേഴ്സ് എന്താകാം, മേ ബി ഒരു ഹ്യൂമൻ ആകാം അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ആകാം. ആപ്ലിക്കേഷൻ ഏതൊക്കെ തരത്തിലുണ്ട്, ഒരു ഇൻറ്റേർണൽ ആപ്ലിക്കേഷൻ ആകാം, ഒരു എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ, ഏതുമാകാം ആക്ടേഴ്സായി നിൽക്കുന്നത്. വി ഷുഡ് ഹാവ് ദ ഫോളോയിങ് ഐറ്റംസ് ഐഡൻറ്റിഫൈഡ്. നമ്മളൊരു യൂസ് കേസ് ഡയഗ്രാം വരക്കുമ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ഫംഗ്ഷനാലിറ്റീസ് ടു ബി റെപ്രസെൻറ്റഡ് ആസ് യൂസ് കേസ്. ഏതൊക്കെ ഫംഗ്ഷനുകളാണ് നമുക്ക് യൂസ് കേസുകൾ, ഒരു ഫംഗ്ഷനാലിറ്റി, ഒരു ആപ്പിന് ഒരു ഫംഗ്ഷൻസ് ഉണ്ടാവില്ല, ഫംഗ്ഷനാലിറ്റീസ് ഉണ്ടാവും, അതൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. അത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു യൂസ് കേസായി റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ആ ഒരു ഫംഗ്ഷനാലിറ്റീസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതുപോലെ ആക്ടേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യണം, ഏതൊക്കെ ആക്ടേഴ്സാണ് അതിലുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. റിലേഷൻഷിപ്സ് എമംഗ് ദ യൂസ് കേസ് ആൻഡ് ആക്ടേഴ്സ്. യൂസ് കേസും ആക്ടേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. നമുക്ക് യൂസ് കേസ് ഡയഗ്രത്തിൽ 3 സംഭവങ്ങളാണുള്ളത്. എന്തൊക്കെയാണ്, ആക്ടേഴ്സ് ആൻഡ് യൂസ് കേസ്, പിന്നെ അതിൽ നമ്മൾ റിലേഷൻഷിപ്പ്. അപ്പോൾ ആക്ടേഴ്സ് ഒരു ഭാഗത്തുണ്ട്. ആക്ടേഴ്സ് എന്താകാം, മേ ബി ഹ്യൂമൻസ് ആകാം, ഇന്റേണൽ ആപ്ലിക്കേഷൻസ് ആകാം, എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് ആകാം. ആൻഡ് യൂസ് കേസ് പറഞ്ഞാൽ ആ ഒരു സംഭവത്തിൽ ഉണ്ടാകുന്ന തിങ്സ്, എന്തൊക്കെ സംഭവങ്ങളാണ് ആ ഒരു ആപ്പ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം നടത്തുന്ന പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഒരു ആ യൂസ് കേസ് എന്തൊക്കെ ഒരു ഫങ്ഷനാലിറ്റീസ്, അതാണ് യൂസ് കേസ്. പിന്നെ അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഈ ആക്ടേഴ്സും യൂസ് കേസും തമ്മിലുള്ള റിലേഷൻഷിപ്സ്. അപ്പം ഈ ഒരു 3 സംഭവങ്ങളാണ് നമുക്ക് എന്തുണ്ടാകുക, മേജറായിട്ട് ഉണ്ടാകുക. ആൻഡ് ഗൈഡ് ലൈൻസ്, യൂസ് കേസ് ഡയഗ്രാം വരക്കുമ്പോൾ ഗൈഡ് ലൈൻസ്. ദ നെയിം ഓഫ് യൂസ് കേസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. The name should be chosen in such a way so that it can identify the functionalities performed. അപ്പം ആ ഒരു ഫംഗ്ഷനാലിറ്റീസ് എങ്ങനെ പെർഫോം ചെയ്യുന്നതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള യൂസ് കേസിന് നെയിം കൊടുക്കുക. ഗിവ് എ സൂട്ടബിൾ നെയിം ഫോർ ആക്ടേഴ്സ്, ആക്ടേഴ്സിന് സൂട്ടബിൾ നെയിം കൊടുക്കുക. ഷോ റിലേഷൻഷിപ്സ് ആൻഡ് ഡിപ്പെൻഡൻസീസ് ക്ലിയർലി ഇൻ ദ ഡയഗ്രാം. ഡയഗ്രാമത്തിൽ എന്ത് ചെയ്യുക, റിലേഷൻഷിപ്പ് കറക്റ്റായിട്ട് പിച്ച് ചെയ്യുക. ഡു നോട്ട് ട്രൈ ടു ഇൻക്ലൂഡ് ഓൾ ടൈപ്സ് ഓഫ് റിലേഷൻഷിപ്പ്. എല്ലാ റിലേഷൻഷിപ്പ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നിൽക്കരുത്. ആസ് ദ മെയിൻ പർപ്പസ് ഓഫ് ദ ഡയഗ്രാം ഈസ് ടു ഐഡൻറ്റിഫൈ ദ റിക്വയർമെൻറ്റ്. ഈ ഡയഗ്രത്തിൻ്റെ മെയിൻ പർപ്പസ് എന്താണ്, റിക്വയർമെൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്. അല്ലാണ്ട് നമ്മൾ എല്ലാ റിലേഷൻഷിപ്സും അതിൽ കൊടുത്താൽ മേ ബി അതൊരു ആ ഒരു പിക്ചർ ചിലപ്പോൾ കുറേ റിലേഷൻഷിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയാലും നമുക്ക് എന്ത് ചെയ്യും, ഒരു കൺഫ്യൂഷൻസ് വരാം. ആൻഡ് ഡു യൂസ് നോട്ട്സ് വെൻ എവർ റിക്വയർഡ് ടു ക്ലാരിഫൈ സം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. നമുക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്തെങ്കിലും ചെറിയ നോട്ട് കാര്യങ്ങളൊക്കെ, അതായത് ഇതൊക്കെ യൂസ് കേസ് ഡയഗ്രാം എന്താണ് ചെയ്യുന്നതിലുള്ള സംഭവത്തിൽ മാത്രം കേട്ടോ. അത് എങ്ങനെയൊക്കെ ഗൈഡ് ലൈൻ, നമുക്കൊരു സംഭവം ചെയ്യുമ്പോൾ ഒരു ഡയഗ്രാം വരയ്ക്കുമ്പോൾ റൂൾസ്, നമുക്ക് ആ ഒരു ഡയഗ്രാം എത്രത്തോളം പെർഫെക്റ്റ് ആക്കാം എന്നുള്ള റൂൾസാണ്. നമ്മൾ കുറച്ച് യൂസ് കേസ് ഡയഗ്രാം നമുക്ക് അനലൈസ് ചെയ്യാം. ഇതൊരു സിമ്പിൾ യൂസ് കേസ് ഡയഗ്രാമാണ്. ലൈബ്രറി സിസ്റ്റം, അപ്പോൾ യൂസ് കേസ് ആണ് ഇതിൽ. ഈ ഒരു സ്ക്വയറിൽ ഉണ്ടാവുന്നതാണ് എന്ത്, ഇതിൻ്റെ അകത്തുള്ളതാണ് യൂസ് കേസുകൾ. ആൻഡ് ഇത് അതിൻ്റെ ടാസ്കുകൾ. പിന്നെ ഈ ഒരു ആരോ അല്ലെങ്കിൽ ഒരു ലൈൻസ് ഇംപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ റിലേഷൻഷിപ്സ് ആണ്. ആൻഡ് ഇവിടെ ഈ പുറത്തുണ്ടാകും യൂസ് കേസിന് പുറത്തുനിന്നാകുന്ന ഈ ലൈബ്രറി യൂസറും ലൈബ്രറിയും എന്താണ്, ആക്ടേഴ്സാണ്. അപ്പോൾ നമ്മൾ നേരത്തെ 3 കാര്യങ്ങളാണ് പഠിച്ചത്, ആക്ടേഴ്സ്, റിലേഷൻഷിപ്സ്, യൂസേഴ്സ്. അപ്പോൾ ഇതിലെ യൂസ് കേസ് ആണ് എന്ത്, ഈ ഒരു സ്ക്വയറിനകത്തുള്ളത്. റിലേഷൻഷിപ്സ് ഈ ഒരു ലൈൻസ് ഡ്രോ ചെയ്യുന്നത്, അത് തമ്മിൽ റിലേഷൻഷിപ്സ്. ആൻഡ് ആക്ടേഴ്സ്. പിന്നെ അതിൻ്റെ ഫംഗ്ഷനാലിറ്റീസ് ആണല്ലോ. ഒരു ലൈബ്രറി എന്തുണ്ടാവും, ലൈബ്രറി യൂസർ എന്തുണ്ടാവും, മേ ബി ഒരു ബുക്ക് രജിസ്റ്റർ ചെയ്യുന്നുണ്ടാകും, അല്ലെങ്കിൽ എന്തുണ്ടാവും, ഒരു ബുക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ടാകും, അല്ലെങ്കിൽ ഒരു ബുക്കിൻ്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്യുന്നുണ്ടാകും. ഇതൊക്കെ ലൈബ്രറി യൂസർ ചെയ്യുന്ന സംഭവമാണ്. ആൻഡ് ഇതൊക്കെ ആർക്കാ ഉപകാരം, ഒരു ബുക്ക് ലോഞ്ച് ചെയ്യണമെങ്കിൽ ആര് അനുവദിക്കണം, ആ ലൈബ്രറിനെ അക്സെപ്റ്റ് ചെയ്യണം. അപ്പം ഇവിടെ ഒരാൾ അല്ലെങ്കിൽ ലൈബ്രറി യൂസർ എന്താണ്, നമുക്ക് ഈ ബുക്ക് റിട്ടേൺ ചെയ്യുക, അല്ലെങ്കിൽ യൂസർ ലോഞ്ച് ചെയ്ത് ബുക്ക് വാങ്ങിക്കുക, അല്ലെങ്കിൽ ബുക്കിൻ്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ ചെയ്യാം, ആ ലൈബ്രറിനെ മനസ്സിലാക്കണം. ഒരാളെ ഈ ഒരു നമ്പറിലുള്ള ഒരു യൂസർ നമ്മൾ ഇങ്ങനെ ഒരു അവൈലബിലിറ്റി ചെക്ക് ചെയ്തു. അപ്പോൾ അതൊക്കെ പിച്ച് ചെയ്യുക ലൈബ്രറിയൻക്കാണ്. ആൻഡ് ലൈബ്രറിന് എന്തെല്ലാം അവകാശമുണ്ട്, ഒരു പുതിയ ബുക്ക് ആഡ് ചെയ്യുക. ഇതൊരു ലൈബ്രറി സിസ്റ്റത്തിൻ്റെ യൂസ് കേസാണ്. അപ്പോൾ ഇതാണ് യൂസ് കേസ് ഡയഗ്രാം. അപ്പം യൂസ് കേസ് ഡയഗ്രത്തിൽ നമുക്ക് ലൈബ്രറി യൂസറും ഉണ്ട്, ലൈബ്രറിയൻ. ഇതെന്താണ്, ആക്ടേഴ്സ് ആണ്. ആൻഡ് ഇതിനകത്തുള്ള ഈ ഫംഗ്ഷനാലിറ്റീസ് എന്താണ്, യൂസ് കേസുകളാണ്. ആൻഡ് ഇവിടെ റിലേഷൻഷിപ്സും പിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു യൂസ് കേസ് ഡയഗ്രത്തിൻ്റെ സിമ്പിൾ എക്സാമ്പിൾ. പിന്നെ നമ്മൾ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ATM മെഷീൻ്റെ യൂസ് കേസുകൾ നമുക്ക് പെട്ടെന്നൊന്ന് മനസ്സിലാക്കിയെടുക്കാവുന്ന ലൈബ്രറി സുഖമാണ്. നമുക്ക് ഏതൊരു സംഭവത്തിലും നമ്മൾ ബേസ് ആണെന്നുണ്ട്. അപ്പം യൂസ് കേസ് ഡയഗ്രാം പറയുമ്പോൾ എല്ലാവരും നമ്മൾ എപ്പോഴും പഠിച്ചെടുക്കുന്നത് ATM മെഷീൻ്റെ, നമുക്ക് ATM മെഷീൻ്റെ ഒരു
പർപ്പസാണ്. അപ്പോൾ ഇവിടെ കസ്റ്റമർ ഉണ്ടാവും, കസ്റ്റമർ എന്തുണ്ടാവും ബാലൻസ് ചെക്ക് ചെയ്യും. നമ്മൾ ATM കയറുമ്പോൾ എന്തുണ്ടാവും മേ ബി ബാലൻസ് ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും ഒരു CDM ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യും നമ്മൾ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ക്യാഷ് വിത്ഡ്രോ ചെയ്യും, അല്ലെങ്കിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനാലിറ്റീസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും ഒരു ATM മെഷീൻ യൂസർ ചെയ്യുന്നുണ്ടാവും കസ്റ്റമർ. പിന്നെ അതുപോലെ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞൊരു ആക്ടർ ഉണ്ട് അല്ലേ, അവരെന്തുണ്ടാവും മെയിൻ്റെനൻസോ അല്ലെങ്കിൽ റിപ്പയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ ആർക്കാണ് അതിൻ്റെ ആക്സസ് പോകുക? ഒരു ബാങ്കിനാണ്. ഒരു യൂസർ ക്യാഷ് എടുത്താൽ എന്തുണ്ടാവും ബാങ്കിന് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ യൂസർ ക്യാഷ് എടുത്താൽ ആ ബാങ്കിൽ നോട്ട് ചെയ്യേണ്ടി വരും. ആൻഡ് അതുപോലെ യൂസർ ക്യാഷിൽ എത്ര അക്കൗണ്ട് ബാലൻസ് നോക്കിയാൽ ആ ബാങ്കിൽ നിന്ന് ഒരു റീപ്ലൈ കിട്ടണം. അപ്പം ഇതാണ് ഒരു ATM മെഷീൻ്റെ യൂസ് കേസ് ഡയഗ്രാം. ഇവിടെ യൂസ് കേസായി വരുന്നത് ഈ ഒരു ATM യൂസ് കേസ് ആയിട്ട് വരുന്നത് ഇതും അതിന് ഫംഗ്ഷനാലിറ്റീസ് ആണ് അതിനകത്തുള്ളതും ആൻഡ് റിലേഷൻഷിപ്സ് കറക്റ്റ് പിച്ച് ചെയ്തിട്ടുണ്ട് ആൻഡ് ആക്ടേഴ്സ്. അപ്പം യൂസ് കേസ് ഡയഗ്രം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് വേണമെങ്കിൽ ഇനിയും സിംപ്ലിഫൈ ചെയ്യാം. മേ ബി നമുക്ക് എന്തുണ്ടാവും ഈ ഒരു ATM മെഷീൻ്റെ ATM ടെക്നീഷ്യൻ്റെ ആവശ്യമില്ല, സിമ്പിളായിട്ട് യൂസ് കേസ് ഡയഗ്രാം മനസ്സിലാക്കിയെടുക്കാൻ. അപ്പം ഇതാണ് ഒരു ATM മെഷീൻ്റെ യൂസ് കേസ് ഡയഗ്രാം. നമുക്കൊരു യൂസ് കേസ് ഡയഗ്രാം കൊണ്ട് ജസ്റ്റ് അനലൈസ് ചെയ്യാം. നമുക്കൊരു ഹോട്ടൽ മാനേജ്മെൻറ്റ്, നമ്മളൊരു ഹോട്ടലിൽ പോയിട്ട് വലിയൊരു ഹോട്ടലിൽ പോയിട്ട് നമ്മൾ ബുക്ക് ചെയ്യണം. അപ്പോൾ എന്തിനാവും വെയിറ്റർ വന്നിട്ട് നമ്മളോട് ചോദിക്കും എന്തൊക്കെയാണ് വേണ്ടത്. അവരെന്ത് ചെയ്യും ഫുഡ് ഓർഡർ ചെയ്യും. ഫുഡ് ഓർഡർ ചെയ്താൽ എന്ത് ചെയ്യും ക്ലയൻറ്റിന് പോയിട്ട് എന്ത് ചെയ്യും ആ ക്ലയൻറ്റ് ഇതൊരു വലിയൊരു ഹോട്ടലിൻ്റെ സിസ്റ്റമാണ്. അവർ ആക്റ്റീവ് ചെയ്യുന്നുണ്ടാവും. വെയിറ്റർ ഉണ്ടാകും, ക്ലയൻറ്റ് ഉണ്ടാകും, അതുപോലെ നമുക്കുണ്ടാകുക ക്യാഷ്യറാണ്. ഇപ്പോൾ ക്യാഷ്യർക്ക് എന്ത് ചെയ്യണം എന്തൊക്കെ ഫുഡ് ഓർഡർ ചെയ്തു എന്നുള്ളതുണ്ടാവും ക്യാഷ്യർക്കും അറിയണം. പിന്നെ വെയിറ്ററിൻ്റെ പണി എന്താണ് ഈ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ആ ഷെഫിനും അറിയണം എന്ത് ആ ഫുഡ് ഓർഡർ ചെയ്തു, ഫുഡ് കുക്ക് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം അവർക്ക് ഫുഡ് സെർവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം ഫുഡ് സെർവ് ചെയ്തിട്ട് ആ ക്ലയൻറ്റ് എന്ത് നെറ്റ് ഫുഡ് അങ്ങനെ എക്സ്റ്റെൻഡ് മീൻസ് അതിൻ്റെ ഒരു സബ് യൂസ് കേസുകളാണ്. ആൻഡ് ഇതൊരു ഞാൻ പറയാം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള യൂസ് കേസ് ഡയഗ്രാമാണ്. അപ്പോൾ അതിൽ ക്ലയൻറ്റിൻ്റെ ഡ്യൂട്ടി എന്താണ് ഫുഡ് ഹീറ്റ് ചെയ്യേണ്ടി വരും, മേ ബി വൈൻ എന്തെങ്കിലും ഓർഡർ അത് യൂസ് ചെയ്യേണ്ടി വരും. ആൻഡ് പേയ്മെൻറ്റ് പേ കൊടുക്കുന്നുണ്ട്. ഈ പേ ആർക്കാണ് കൊടുക്കുന്നത് ക്യാഷ്യർക്കാണ്. ആൻഡ് ഈ വെയിറ്റർ ഫുഡ് ഓർഡർ ചെയ്താൽ എന്തുണ്ടാവും എന്തായാലും വെയിറ്റർക്ക് ക്യാഷ്യർക്ക് പേ ചെയ്യണം, അത് ക്ലയൻറ്റ് പേ ചെയ്യുന്നു. ആൻഡ് ഇൻ കേസ് അപ്പോൾ ഇവിടെ ഒരു ഓർഡർ വായുന്നുണ്ട് അത് എക്സ്റ്റെൻഡ് ആണ്. ഇൻ കേസ് ആ ഒരു ഫുഡ് ഓർഡറിന് പുറമെ ഒരു നമുക്കിപ്പോൾ ഒരു നോർമലായിട്ട് പറയാൻ നമ്മൾ എന്തെങ്കിലും ഫുഡ് ഇപ്പം ഈവൻ നമുക്കൊരു മലബാർ അല്ലെങ്കിൽ ആ ഒരു ഏരിയക്ക് പറയാൻ എന്തെങ്കിലും നമ്മൾ മന്തി കഴിക്കാൻ പോയാൽ അറിയാലോ. അപ്പം നമ്മൾ എക്സ്ട്രാ ലാസ്റ്റ് വരുന്ന നമ്മൾ ഒരു കൂൾ ഡ്രിങ്ക്സ്, അപ്പം ആ ഒരു കൂൾ ഡ്രിങ്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഓർഡർ ചെയ്യുന്നുണ്ട്, അതും ഈ വെയിറ്റർ കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ക്ലയൻറ്റിന് അതും ഡ്രിങ്ക് ചെയ്യണം. അതൊക്കെ ഒരു ഹോട്ടലിലാണ് ഒരു ഫംഗ്ഷനാലിറ്റിയാണ്. ആൻഡ് ക്യാഷ്യർക്ക് എന്ത് ചെയ്യണം ആ ഫുഡിൻ്റെ പുറമെ ആ ഒരു കൂൾ ഡ്രിങ്കിൻ്റെ എമൗണ്ടും കൂടി വാങ്ങേണ്ടി വരും. സോ ഇതാണ് നമ്മൾ എന്തുണ്ട് ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റിലെ ഒരു യൂസ് കേസ് ഡയഗ്രാം. ഇതിൽ വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ക്യാഷ്യർ ഒഴിവാക്കി ക്ലയൻറ്റിനെ ഒഴിവാക്കിയിട്ട് അങ്ങനെയും വരക്കാം. എന്ത് ഈ ഒരു വെയിറ്ററും ഷെഫും തമ്മിൽ മാത്രമല്ല യൂസ് കേസ് ഡയഗ്രായിട്ട് സബ് യൂസ് കേസ് ഡയഗ്രാമൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. സോ ഇതാണ് നമുക്ക് യൂസ് കേസ് ഡയഗ്രാം എന്നുള്ള ഒരു ഏരിയയിൽ നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ യൂസ് കേസ് ഡയഗ്രാമത്തിൽ മൂന്ന് സംഭവങ്ങളാണ് കാര്യമായിട്ടുള്ളത്: ആക്ടേഴ്സ്, യൂസ് കേസ് ആൻഡ് റിലേഷൻഷിപ്സ്. യൂസ് കേസ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താ ചെയ്യുക നമ്മൾ ആ ഒരു പിക്ചർ ഒരു ATM മെഷീൻ്റെ യൂസ് കേസ് ഡയഗ്രാം നമ്മളെപ്പോഴും ആലോചിക്കുക. നമുക്ക് മുന്നിലൊരു പിക്ചർ വന്നാൽ അതിൽ നമുക്ക് മനസ്സിലാക്കണം ആക്ടർ, യൂസ് കേസ് ആൻഡ് റിലേഷൻഷിപ്പ്. അപ്പോൾ ഇത്രയുള്ള നമുക്ക് യൂസ് കേസ് ഡയഗ്രാം എന്നുള്ളൊരു ടോപ്പിക്കിൽ നമുക്ക് നോക്കാനുള്ളത്. അപ്പം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് യൂസ് കേസ് ഡയഗ്രാം. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.